ഗുരുവായൂരപ്പനെ അമ്പലനടയിൽ വെച്ച് കണ്ടു. കുശലാന്വേഷണത്തിന്റെ ഒടുവിൽ ചോദിച്ചു, കൃഷ്ണ, അങ്ങെന്തേ ശ്രീലകം വിട്ട് ഇവിടെ വന്നിരിക്കുന്നു? കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതാണ് സുഖം. എന്റെ നടക്കൽ നിന്ന് ഭക്തിയുടെ പേരിൽ പലരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസാണ്. എല്ലാവർക്കും ഒരു കാര്യം നിർബന്ധമാണ്, ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം, എന്നാൽ കക്ഷത്തിലുള്ളത് പോവുകയുമരുത്. പുറം ലോകത്ത് സകല വൃത്തികേടുകളും കാണിച്ച് എന്റെ മുന്നിൽ മാന്യതയും ഭവ്യതയും അഭിനയിക്കും. വിശക്കുന്നവന് ഒരു പിടി അവൽ പോലും കൊടുക്കാത്തവർ അതുകൊണ്ട് എനിക്ക് തുലാഭാരം നടത്തും. ജന്മം നൽകിയ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്തവർ എന്റെ ചുറ്റിനും ശയനപ്രദക്ഷിണം നടത്തും. പൊതുസമൂഹത്തിൽ അസഭ്യം പറയുന്നവർ ഇവിടെ വന്ന് നാമസങ്കീർത്തനം നടത്തും. വഴിയിൽ അപകടത്തിൽപ്പെട്ടവരെയും അശരണരെയും കണ്ടാൽ തിരിഞ്ഞുപോലും നോക്കാത്തവർ, സ്വന്തക്കാർക്കും സമൂഹത്തിനും വേണ്ടി ക്ഷണനേരം പോലും മാറ്റിവെക്കാത്തവർ എന്നെ ഒരു നോക്ക് കാണാൻ മണിക്കൂറുകളോളം മടികൂടാതെ വരി നിൽക്കും. സകല ജീവജാലങ്ങളിലും അവനവനിലും ചൈതന്യമായി വിളങ്ങുന്ന എന്നെ തിരിച്ചറിയാതെ ക്ഷേത്രങ്ങളിലും ശിലകളിലും എന്നെ അന്വേഷിച്ച് നടക്കും. കൃഷ്ണ, ഒരു ചോദ്യം കൂടി. ക്ഷേത്രത്തിൽ നിന്ന് പലതും കളവ് പോകുന്നുണ്ടല്ലോ? കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ, കുറെ കള്ളന്മാർ എന്റെ മുന്നിൽ ഓരോന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. വേറെ കുറെ കള്ളന്മാർ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇതിൽ രണ്ടിലും ഞാൻ ഇടപെടാറില്ല. കിട്ടേണ്ടവന് കിട്ടാനുള്ളത് കൃത്യമായി കിട്ടിക്കോളും. അതായത് അവനവന്റെ മനസ്സിലിരിപ്പിനും കയ്യിലിരിപ്പിനും അനുസരിച്ച്.